എന്റെ അമ്മ പറഞ്ഞ ഉദാഹരണമാ നിന്നോട് ഞാൻ പറഞ്ഞത്. ഓ, താരക പണിക്കർ. അവര് കടപ്പുറത്തുനിന്ന് ചെമ്മീൻ എടുത്ത് വഴിനീള വിറ്റ് നടന്നവരാ അല്ലേ? ദേ, മര്യാദ കേട്ട് പറയരുത്. ഛേ, നീ ചാടിയ ഇവിടെ ഒന്നും വരാൻ പോകുന്നില്ലെന്ന് മാത്രമാണ് ഞാൻ അർത്ഥമാക്കിയത്. ഞാൻ ഈ ചെമ്പകമംഗലത്ത് എന്തൊക്കെ ചെയ്യാൻ പോകുന്നു നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. മീനാക്ഷിയും നന്ദിനിയൊക്കെ ഞാനൊരു പാഠം പഠിപ്പിക്കും. ആ, എന്നാ നീ അങ്ങനെ വല്ല നല്ല കാര്യം ചെയ്യൂ. അതൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യമാ. പറഞ്ഞാ പോരാ, പറഞ്ഞത് പ്രവൃത്തിയിലാക്കണം. നിങ്ങൾ ഗാലറിയിലിരുന്ന് കണ്ടാ മതി. എന്റെ കുഞ്ഞമ്മായി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഞാൻ കഴിഞ്ഞ ദിവസം നിന്നോട് പറഞ്ഞതാണേ എന്നെ അമ്മായി ഒന്ന് വിളിക്കില്ലെന്ന്. ഞാനിപ്പോ നിന്റെ അമ്മായി അല്ല. മാത്രമല്ല, എനിക്കത്ര പ്രായമൊന്നുമില്ല. 2 കുട്ടികളുണ്ടായിപ്പോയെന്നേ ഉള്ളൂ. എനിക്ക് നിന്റെ അത്ര പ്രായമേ ഉള്ളൂ. എന്തായാലും വിളിച്ചു ശീലിച്ചത് ഇനി മാറ്റാൻ പറ്റില്ല. അല്ല മായി, നിങ്ങള് ഇത്ര ചെറുപ്പമായിട്ട് എന്തുകൊണ്ട് കുഞ്ഞമ്മാവനുമായിട്ട് പുറത്തൊന്നും കറങ്ങാൻ പോകുന്നില്ല? ഞങ്ങൾ ഒത്തിരി കറങ്ങിയതാ, അതൊക്കെ മതി. ജഗദീഷ് ചേട്ടന് അതൊന്നും ഇഷ്ടമല്ല. അങ്ങേരൊരു മരങ്ങോടനാണല്ലേ? ദേ മൈഥിലി, കോലി കേറിയ ഞാൻ ആളിച്ചിരി പെശക കേട്ടോ. അത് ഓർമ്മിച്ചാ നിനക്ക് കൊള്ളാം. സോറി അമ്മായി, അമ്മായും കുഞ്ഞമ്മാവനും തമ്മിൽ പ്രണയിച്ചൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഞങ്ങൾ പ്രണയിക്കുന്നത് എന്താ നിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കണോ? എന്നെ അന്തസ്സായിട്ട് കല്യാണം കഴിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. അല്ലാതെ നിന്നെ പോലെ അവന്റെ കൂടെ ഇവന്റെ കൂടെ ഓടി നടക്കുന്നവളൊന്നല്ല. ഞാൻ ഓടിയതേ നിങ്ങളുടെ ആങ്ങളുടെ കൂടെയാ. അത്തരം പമ്പര വെട്ടികളുടെ കൂടെ ഓടുന്നതിനേക്കാൾ ഭേദം കുഞ്ഞമ്മാവനെ പോലത്തെ മരങ്ങോടന്മാരുടെ ഒപ്പം ജീവിക്കുന്നതാ. ഇവൾ എത്ര കിട്ടിയാലും പഠിക്കില്ല. ഇവൾ എന്തൊരു ജന്മം. ആ, അത് ശരി. ദേവി ഇവിടെയായിരുന്നോ? ഞാൻ ഇവിടെ എവിടെയെല്ലാം നോക്കിയായിരുന്നു. എന്താ ചേട്ടാ? ഏയ് ഒന്നുമില്ല. ഞാൻ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നത് ദേവിയല്ലേ. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് കണ്ടില്ലെങ്കിലേ മനസ്സിനകത്തൊരു പെടപെടപ്പാ. അതുകൊണ്ടാണ് തിരക്കി വന്നത്. ദേവിക്ക് എന്നോട് പഴയതിനേക്കാളും ഇരട്ടി സ്നേഹമൊക്കെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ദേവിയുടെ സാഹചര്യം, അതുകൊണ്ടാണ് ദേവി എന്നോട് അടുക്കാൻ പേടിക്കുന്നത്. അതല്ലേ ദേവി സത്യം? എനിക്ക് എൻ്റെതായ കുറച്ച് ശരികളുണ്ട് ചേട്ടാ. അതനുസരിച്ച് ഞാൻ ജീവിക്കുന്നത്. എനിക്കെല്ലാവരും വേണം. ഞാൻ കാരണം ആരും വേദനിക്കരുത്, അത്രേ ഉള്ളൂ. എൻ്റെ അച്ഛനും അമ്മയും ഇത്രനാൾ ഇങ്ങനെ ഇവര് അകന്നു തന്നെ ജീവിക്കും. ഇവരൊന്നാവണം, ഇവരെ ഒന്നിപ്പിക്കണം. ഓ, ആ പൂച്ചിറക്കം കഴിഞ്ഞോടാ ചക്കരെ. ഇപ്പൊ നിനക്ക് ഉറക്കവേ ഇല്ലേ? എപ്പോഴും പാലുകൂടിയാണോ? മോളെ, കുഞ്ഞിന്റെ കരച്ചില് കേട്ടാ ഞാൻ ഓടി വന്നത്. ഇപ്പൊ ഉറക്കം തീരെ കുറവാ അമ്മേ. പാലുകൂടി അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. അമ്മേ, ടിന്നിലുള്ള പാൽപ്പൊടി കലക്കി പാൽ തയ്യാറാക്കി തരാവോ? പാലിപ്പൊ കൊടുത്തില്ലെങ്കിൽ കുഞ്ഞ് സമ്മതിക്കില്ല. ആ പാലിനി കൊടുക്കണോ മോളെ? അവളുടെ ആ ശല്യം ഒഴിവാക്കാനമ്മേ. വേണ്ട മോളെ, ഡോക്ടർ പറഞ്ഞ കണക്കനുസരിച്ച് ഇനി 1 മാസം കൂടി നമ്മൾ ക്ഷമിച്ചാൽ മതിയല്ലോ. അതുവരെ എന്റെ മോളൊന്ന് സമാധാനിക്ക. എന്താ മോളെ? ഈയിടെയായിട്ട് കുഞ്ഞിന് എന്നോടുള്ള അടുപ്പം കുറയുവാ അമ്മേ.
ഏയ്, അതിന് മോളോടുള്ള അടുപ്പൊന്നും കുറയില്ല. അതൊക്കെ മോക്ക് വെറുതെ തോന്നുന്നതാ. അമ്മേ, പാലുടുക്കുമ്പോഴേ അവള് കുഞ്ഞിന്റെ തലമുടിയിൽ തഴുകാറുണ്ടോ? ഉണ്ട്. ഞാൻ കുപ്പിപ്പാൽ കൊടുക്കുമ്പോ അങ്ങനെയാ ചെയ്തോണ്ടിരുന്നെ. അത് വൈകമോളുമായി അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗോ. സ്നേഹവും വാത്സല്യവും നൽകിയാൽ ഏത് കുഞ്ഞാ മോളെ അടുക്കാത്തത്? അവൾക്ക് ഈ കുഞ്ഞിനോട് വാത്സല്യമൊന്നുമില്ല. എന്നാലും അവൾ കുഞ്ഞിന്റെ തലമുടിയിൽ തഴുകാൻ അനുവദിക്കരുത്. ഇതൊക്കെ വെറും ചെറിയ കാര്യങ്ങളല്ലേ മോളെ. ഇതൊന്നും എന്റെ മോള് വലിയ പ്രശ്നമാക്കി എടുക്കരുത്. ഈ കുഞ്ഞ് നിന്നെ വിട്ട് എങ്ങും പോവില്ല. പക്ഷേ കുഞ്ഞിനോടുള്ള നിന്റെ പൊസസീവ്നെസ് കുറയ്ക്കണം. കുടിച്ചു കേട്ടോ. അമ്മയുടെ സുന്ദരിയല്ലേ, തങ്കമണിയല്ലേ, അമ്മയുടെ ശിങ്കാരിമണിയല്ലേ. ഇത് അവളോടുള്ള പക വീട്ടാൻ ഞാൻ തരുന്നതാ. അല്ലാതെ നിന്നോട് എനിക്ക് ഒരു അലിവുമില്ല. നീ നശിച്ച ചെമ്പകമംഗലത്തെ അല്ലേ ആ മരമണ്ടം പോലീസിന്റെ മകള്. ഓ ഓ മതിയായോ? ഇങ്ങനത്തെ അമ്മമ്മയുടെ കൂടെ പോകാൻ മടിയാണോടാ? നന്ദിനി മുത്തശ്ശിന്ന് വിളിച്ചാലും മതി കേട്ടോ. അഭ്യാസം മാറ്റി വെച്ച് കുഞ്ഞിനെ ഇങ്ങ താടി. അയ്യോ, കുഞ്ഞിനെ കരയിക്കല്ലേ? കരയില്ലേ മോളെ? ഇവിടെ 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 നോക്ക്. എന്ത് ചെയ്യാനാ മോളെ? പോയല്ലേ പറ്റൂ. ഇവിടുത്തെ എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടി എന്റെ മോൾ അമ്മൂമ്മയുടെ കൂടെ പോയല്ലേ പറ്റൂ. അയ്യോ മതിയടി നിന്റെ വേലകളി. ഇതൊന്നും ആർക്കും മനസ്സിലാവില്ല എന്ന് വിചാരിക്കണ്ട. മോള് വാ. വാ 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 വാ. മൂക്ക് അമ്മയുടെ അടുത്തൊന്ന് പോകുന്നതിൽ സങ്കടമാണോ? ചിങ്കരി മുത്തല്ലേ, അമ്മയുടെ സുന്ദരി കുട്ടിയല്ലേ, അമ്മയുടെ ചക്കരയല്ലേ. എന്റെ കുഞ്ഞിനെങ്ങി താടി. മീനാക്ഷി പറഞ്ഞത് ശരിയാ. അമ്മേ, പാലുടുക്കുമ്പോഴേ അവള് കുഞ്ഞിന്റെ തലമുടിയിൽ തഴുകാറുണ്ടോ? ഉണ്ട്. ഞാൻ കുപ്പിപ്പാൽ കൊടുക്കുമ്പോ അങ്ങനെയാ ചെയ്തോണ്ടിരുന്നെ. അത് വൈകമോളുമായി അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗോ. അവൾക്ക് ഈ കുഞ്ഞിനോട് വാത്സല്യമൊന്നുമില്ല. എന്നാലും അവൾ കുഞ്ഞിന്റെ തലമുടിയിൽ തഴുകാൻ അനുവദിക്കരുത്. എന്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയ അബദ്ധം മീനാക്ഷിയുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. ജയേട്ടനും എനിക്കും ഇടയിൽ ഉണ്ടായ അകലം മീനാക്ഷിക്കും കാർത്തിക്കിനും ഇടയിൽ ഉണ്ടാവരുത്. മൈഥിലി അതിനൊരു കാരണമാവരുത്. മാഡം, മാധുരിയുടെ മരണം കരുതിക്കുട്ടി നടത്തിയ ഒരു കൊലപാതകമാണെന്ന് കേസെടുത്തത് പോലീസാണ്. അതായത് സർക്കാർ എടുത്ത കേസ്. കോടതി ജയറാമിനെ വെറുതെ വിട്ടു. അവരപ്പീലിന് പോയതുമില്ല. നമുക്ക് അപ്പീലിന് പൊയ്ക്കൂടെന്ന് ഞാൻ ചോദിച്ചത്. അതൊരു കൊലപാതകമാണെന്ന് ചൂണ്ടിക്കാട്ടി മാഡത്തിന് രണ്ടാമത് കേസ് ഫയൽ ചെയ്യാം. ആ കേസുമായി നമുക്ക് മുന്നോട്ട് പോവാം. എങ്കിൽ അത് എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യണം. ആ ജയറാമിനെ അങ്ങനെ വെറുതെ വിട്ടൂടാ. നമുക്കത് ഉടനെ ചെയ്യാം മാഡം. എത്രയും പെട്ടെന്ന് ചെയ്യണം. ഈ കേസിൽ അവർ അപ്പീലിന് പോകുന്നില്ല എന്ന് നമ്മൾ വൈകി അറിഞ്ഞത്. അപ്പൊ നാളെ തന്നെ ഈ കേസ് ഫയൽ ചെയ്യണം. അവൻ അങ്ങനെ രക്ഷപ്പെട്ടു പോവണ്ട. എന്നെ വിഡ്ഢിയാക്കി അങ്ങനെ ആരും ഇവിടെ ജീവിക്കണ്ട. പിന്നെ മറ്റൊരു കാര്യം കൂടി ചെയ്യണം. എന്താ മാഡം?
ഇതെവിടെ പോയി അമ്മയും കുഞ്ഞും? ഇനി പുറത്തേക്ക് എങ്ങാനും പോയോ? ആ, പുറത്ത് പോയി നോക്കാം. ആ, ആ, അമ്മ ഇതെവിടെ പോയിരുന്നു? എവിടെ പോവാൻ? ഞാൻ അവളുടെ അടുത്ത് കുഞ്ഞിന് പാല് കൊടുക്കുന്നതിൻ്റെ അടുത്തുണ്ടായിരുന്നു. എന്തു പറ്റി അമ്മേ? അമ്മയുടെ മുഖം വല്ലാണ്ടിരിക്കുന്നല്ലോ. എന്തോ ഉണ്ടായല്ലോ. എന്താ അമ്മേ? അത് എന്നോട് ഒളിച്ചു വെക്കേണ്ട അമ്മേ. അവള് വല്ലതും പറഞ്ഞോ ആ മൈഥിലി? പറഞ്ഞാലേ അവളെ ഞാൻ ശരിപ്പെടുത്തും. അവളൊന്നും പറഞ്ഞില്ല മോളെ. അതല്ല, പിന്നെ അത് മൂക്ക് അമ്മയുടെ അടുത്തൊന്ന് പോകുന്നതിൽ സങ്കടമാണോ? ചിങ്കരി മുത്തല്ലേ, അമ്മയുടെ സുന്ദരി കുട്ടിയല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് അവളുടെ അജണ്ട. ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും അവളുടെ വശത്താക്കണം. കുഞ്ഞിന് അവളില്ലാതെ പറ്റില്ല എന്ന അവസ്ഥ വരുത്തണം. അങ്ങനെ പതുക്കെ വീണ്ടും കാർത്തിയേട്ടനിലേക്ക് അടുക്കണം. അതൊന്നും നടക്കില്ല. നടക്കില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇവളുടെയൊക്കെ മനസ്സ് വല്ലാത്തതാമേ, വിശ്വസിക്കാൻ പറ്റില്ല. നീ ആവശ്യമില്ലാത്തൊക്കെ ആലോചിച്ച് ടെൻഷൻ ആവാതെ മോളെ. എന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാനാ അവളുടെ പ്ലാനിങ്. അവളുടെ ഷോ ഞാൻ അവസാനിപ്പിക്കും. ഇഡിയറ്റ്. മോളെ, ഞാനറിയാതെ എന്റെ ജീവിതത്തിലേക്ക് വന്നത് ഈ കുഞ്ഞ്. ഇനി ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ദാ കാപ്പി. ഇതെന്താ കാക്ക മലർന്നു പറക്കാൻ തുടങ്ങിയോ? കാക്ക മലർന്നോ തിരിഞ്ഞോ പറക്കട്ടെ, അതിന് ഞാനെന്തു വേണം? ദാ കാപ്പി കുടിക്ക. നന്ദിനി മുളന്തി. ഓ, മകള് കാപ്പി തന്നാലേ തൊണ്ടേന്ന് ഇറങ്ങത്തുള്ളൂ. ഭാര്യ കാപ്പി പോയിട്ട് പച്ചവെള്ളം പോലും എനിക്ക് എടുത്തു തരാറില്ലല്ലോ. തരണോന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്റെ മകളായ കൈമളേട്ടന്റെ മരുമകള് സമ്മതിച്ചിട്ട് വേണ്ടേ? ഇതൊക്കെ മരുമകളുടെ അവകാശമാണത്രേ. അതെ, ഇതും അവളുണ്ടാക്കിയ കാപ്പിയാ കേട്ടോ. ഞാൻ എടുത്തോണ്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് ഓൾഡീസ് ഗോൾഡുകൾ ഇരുന്ന് വാചകമടി? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് കൊണ്ട് എന്നാ മക്കളെടുത്ത് വേസ്റ്റ് ബാസ്കറ്റിലേക്ക് ഇടുമെന്ന് തോർത്ത് വിഷമിക്കുകയായിരുന്നു. അതൊന്നും വരില്ല. ഏത് മക്കളില്ലാതായാലും എന്റെ അമ്മ ശ്രീമതി നന്ദിനി ദേവി നിങ്ങൾക്കുണ്ടാവും. ദേ, അത് കറക്റ്റ്. ഞാൻ ആ നന്ദിനി ദേവിയുടെ കാര്യം പറയാനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. എന്താ മോളെ? എന്താ എന്താ ഇവിടെ ഒരു ചർച്ച? ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നതാ. ചെറിയച്ഛനും എന്റെ വല്യമ്മാവനും കാർത്തിയേട്ടനും കൂടി വേണ്ടതായിരുന്നു. എല്ലാവരും ഒരുമിച്ച് കിട്ടില്ലല്ലോ, അവരോട് പിന്നെ പറയാം. നീ വലിച്ചു നീട്ടാതെ കാര്യം പറ മീനാക്ഷി. അത് എങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതെ, നിനക്കിനി പറയാൻ ബുദ്ധിമുട്ടാണെങ്കിലേ ഒരു സ്ക്വയർ പേപ്പർ വാങ്ങിച്ച് അതിലെഴുതിത്താ. അല്ല പിന്നെ അച്ഛന്റെ അമ്മയുടെയും കാര്യോ? ഇനിയെങ്കിലും അവരെ അകറ്റി നിർത്താതെ അവരുടെ കല്യാണം നടത്തിക്കൂടെന്നാ എന്റെ ചോദ്യം. ആ, അത് ശരി, ബ്രോക്കറായത്. അച്ഛന്റെ അമ്മയുടെയും കല്യാണത്തിന്റെ ബ്രോക്കർ. മുത്തശ്ശൻ എന്ത് പറയുന്നു? ചെറുക്കന്റെ അച്ഛനുള്ള തീരുമാനം എടുക്കേണ്ടത് പെണ്ണിന്റെ അമ്മയാ. പെണ്ണിന്റെ അമ്മയോട് ചോദിക്കേ. പെണ്ണിന്റെ അമ്മയ്ക്ക് 100 വട്ടം സമ്മതം. അവന്റെ കേസും കഴിഞ്ഞു. ഇനി അവരിങ്ങനെ അകന്നു കഴിയുന്നത് ശരിയല്ലെന്നാ എന്റെ അഭിപ്രായം. നീ എന്തു പറയുന്നു മോളെ? ഓ, എനിക്ക് സന്തോഷം തന്നെ അമ്മേ. അവർക്കും വേണ്ട ഒരു ജീവിതം. അതെ, പക്ഷേ നന്ദിനിയടത്തി സമ്മതിക്കുമെന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. അമ്മയെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ആഹാ. ആ, ദേ,
ബ്രോക്കർ ഫീസ് മേടിച്ച് എന്റെ കൈ തന്നേക്കണം. ഞാനാ നിന്റെ അമ്മായിയമ്മ, കേട്ടല്ലോ? അവന്റെ സമ്മതമായിരിക്കാം. എന്നാലും ജയറാമനോടൊന്ന് ചോദിക്കണ്ടേ? ചോദിക്കണം. അച്ഛൻ മുറിയിലുണ്ട്, ഞാനിപ്പോ വിളിച്ചോണ്ട് വരാം. ഇതെന്തായാലും നല്ല കാര്യമാ. ഇനി ഇവിടെ മാധുരിമാര് വലിഞ്ഞേറാൻ സാധ്യതയില്ല. ഒരു മാധുരി ഇതിനകത്തുണ്ട്. അവളെ ഞാൻ പൊരിച്ചോളാം. ആ എന്താ അമ്മേ? പേടിക്കണ്ട മോനെ, നീ ഇരിക്കും. ഒരു നല്ല കാര്യം പറയാനാ നിന്നെ വിളിച്ചത്. കൈമളേട്ടൻ പറയേ. രാജലക്ഷ്മി പറ. കൈമളേട്ടൻ പറയേ. രാജലക്ഷ്മി പറ. ഓ നിക്ക് നിക്ക് നിക്ക്, ഞാൻ പറയാം. ഏട്ടനൊരു കല്യാണാലോചന. ദേ ഈ നിൽക്കുന്ന മീനാക്ഷി ആശാന കല്യാണ ബ്രോക്കർ. പക്ഷേ ബ്രോക്കർ ഫീസ് അവളുടെ അമ്മായിയമ്മയ്ക്കാ കേട്ടോ. മീനാക്ഷി ആശാനം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. മോനെ, നീ ഞാൻ ജീവിച്ച പോരല്ലോ. അതുകൊണ്ട് നിനക്ക് ഞങ്ങളൊരു കല്യാണം ആലോചിക്കുക. ആ അതെ, പെണ്ണേതാന്നല്ലേ ഏട്ടനിപ്പോ ആലോചിച്ചത്? അതെ, അക്കാര്യത്തിൽ നീ പേടിക്കണ്ട. ബ്രോക്കർ പെണ്ണിനെ കണ്ടെത്തിയിട്ടുണ്ട്. പെണ്ണ് എന്റെ മകൾ നന്ദിനി. അതിന് ദേവി സമ്മതിക്കും അമ്മേ? അവളുടെ അഭിപ്രായം ചോദിച്ചിട്ടില്ല. സമ്മതിക്കാതിരിക്കാൻ തൽക്കാലം കാരണമൊന്നുമില്ലല്ലോ. പഴയ കാര്യങ്ങളൊക്കെ അവര് മറക്കും. എനിക്കൊരൊറ്റ അപേക്ഷ മാത്രമേ ഉള്ളൂ. ദേവി എന്തെങ്കിലും കാരണവശാൽ ഇക്കാര്യം നിരസിച്ചാൽ പിന്നെ ഒരിക്കലും ദേവിയെ നിർബന്ധിക്കരുത്. ഞാൻ ദേവിയെ ഒത്തിരി കരയിപ്പിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും അവള് മനസമാധാനത്തോടെ ജീവിക്കണം. അത് മാത്രമേ എൻ്റെ ആഗ്രഹം. ഇപ്പോഴാ മോനെ നീ ഞങ്ങളുടെ മകനായത്. നിന്നെ പ്രസവിച്ച ഈ അമ്മയ്ക്ക് നിന്റെ ഈ വാക്കുകള് എത്ര അഭിമാനകരമാണെന്നോ. നിനക്ക് വേണ്ടി ഞാൻ കരഞ്ഞതത്രയും ദൈവം കണ്ടിരിക്കുന്നു. ഞാൻ ആഗ്രഹിച്ചതുപോലെ എന്റെ മകനെ ദൈവം എനിക്ക് തിരിച്ചു തന്നിരിക്കുന്നു. അമ്മ ഈ കല്യാണത്തിന് സമ്മതിക്കും. ഞങ്ങൾ സമ്മതിപ്പിച്ചിരിക്കും. ഇങ്ങേരെ കൂടി കല്യാണം കഴിച്ച് അതിൽ കുറെ കുഞ്ഞുങ്ങളും ഉണ്ടായിട്ട് ചെമ്പകമംഗലത്തെ ഷെയറുകൾ ചെതറിപ്പോകാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് വേറെ വഴിയുണ്ട്. ഷോപ്പിംഗ് മോളിൽ കയറുന്നതിന് മുമ്പ് നമുക്ക് ദേ അവിടെ ഒരു 5 മിനിറ്റ് ഇറങ്ങി നിൽക്കാം അല്ലേ? നല്ല ബെസ്റ്റ് പ്ലേസാ അത്. ആ ശരി ഏട്ടാ. ഇറങ്ങ് ദേവമേ, ഇറങ്ങ്. ആഹാ, നല്ല സ്ഥലം അല്ലേ അമ്മേ? നല്ല കാറ്റുണ്ട്. നമ്മളിപ്പം പുറത്തല്ലേ? ദേവമ്മയും ദേവമ്മയുടെ 2 മക്കളും. അതെ, ഞാൻ ഭാഗ്യം ചെയ്തവളാ. എന്തൊരു സന്തോഷാന്നറിയോ ഇപ്പൊ. ഈ സന്തോഷം മാത്രം മതിയോ അമ്മയ്ക്ക്? ഇതിലും അപ്പുറം എന്ത് സന്തോഷം എനിക്ക് വേണ്ടത്? അല്ല, മകളാ ചോദിക്കുന്നത്. സത്യം പറയണം. ദേവമ്മയുടെ മുമ്പോട്ടുള്ള പ്ലാനുകൾ എന്തൊക്കെയാ? എന്ത് പ്ലാനുകൾ? ചെമ്പകമംഗലത്തെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം. അത് മാത്രം എന്റെ ആഗ്രഹം. അത് തന്നെ ഞങ്ങൾ ചോദിക്കാൻ പോകുന്ന. ചെമ്പകമംഗലത്തുള്ളവരെല്ലാരും സന്തോഷമായിട്ട് ഇരുന്നാൽ മാത്രം മതിയോ? ദേവമ്മയ്ക്കും ഒരു ജീവിതം വേണ്ടേ? മനസ്സിലായില്ല. അച്ഛനും മനസ്സിന്റെ സന്തോഷം വേണ്ടേ?
അച്ഛനും അമ്മയ്ക്കും ഒരുപോലെ സന്തോഷമാവാൻ അമ്മയ്ക്കച്ഛനെ വിവാഹം കഴിച്ചൂടെ?